أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أوفوا الكيل ولا تكونوا من المخسرين وزنوا بالقسطاس المستقيم ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين واتقوا الذي خلقكم والجبلة الأولين. ശുഅറാ 181 മുതൽ 4 വരെ. ഔഫു, നിങ്ങൾ പൂർത്തിയാക്കി നൽകുവീൻ, അൽ കൈല, അളവിനെ, വലാ തകൂനു, നിങ്ങളാവരുത്, മിനൽ മുഖ്സിരീൻ, നഷ്ടമുണ്ടാക്കുന്നവരിൽ പെട്ടവർ. വസിനു, നിങ്ങൾ തൂക്കുവിൻ, ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നേരായ ത്രാസുകൊണ്ട്. വലാ തബ്ഖസുന്നാസ, നിങ്ങൾ ജനങ്ങൾക്ക് കുറവ് വരുത്താതിരിക്കുവീൻ, അഷ്യാഅഹും, അവരുടെ വസ്തുക്കൾ. വലാ തഅസൗ, നിങ്ങൾ വിഹരിക്കരുത്, ഫിൽ അർളി, ഭൂമിയിൽ, മുഫ്സിദീൻ, ഫസാദുണ്ടാക്കുന്നവരായിട്ട്, കുഴപ്പമുണ്ടാക്കുന്നവരായിട്ട്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുവീൻ, അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനെ, വൽ ജിബില്ലത്തൽ അവ്വലീൻ, മുൻ തലമുറകളെയും. ജിബില്ലത്ത് തലമുറ, അവ്വല് അവ്വലീൻ, മുമ്പ് കഴിഞ്ഞു പോയ, ആദ്യക്കാരായെന്നാണ്, അഥവാ മുൻപ് കഴിഞ്ഞു പോയ ഉദ്ദേശത്തിൽ. ഷുഐബ് നബി അലൈഹിസ്സലാം ഐക്യവാസികളോട് പറയുന്ന ബാക്കിയാണിത്. അവരോട് അള്ളാഹുവിനെ സൂക്ഷിക്കണം, എന്നെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങളെന്ത് വേണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഏറ്റവും വലിയ കുറ്റകൃത്യം തട്ടിപ്പും വെട്ടിപ്പും, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തലും, അതുപോലെ ജനങ്ങളെ ചൂഷണം ചെയ്യലും, പിന്നെ വഴിക്കൊള്ളയും, ഇതൊക്കെയായിരുന്നു. അതൊക്കെ നടത്താൻ പാകമായിട്ടുള്ള, അതിനൊക്കെ അനുവാദം കൊടുക്കുന്ന തരത്തിലുള്ള മതവിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ അവരിൽ ഉണ്ടാകും സ്വാഭാവികമായിട്ടും. ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന അവകാശവാദവും ഉണ്ടായിരുന്നു എന്ന് മദിയനുകാരുടെ കാര്യത്തിൽ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. മദിയനിൻ്റെ ബാക്കിയാണല്ലോ ഐക്ക. അവരോട് പറഞ്ഞു, നിങ്ങൾ അളവിലും പിന്നെ അളവ് കൃത്യമായി നൽകുവീൻ, അഥവാ കള്ളത്താപ്പും കള്ളപ്പറയും നമുക്ക് നന്നായി മനസ്സിലാകുന്ന പ്രയോഗമാണ്. അതൊക്കെയായിരുന്നു അവരുടെ മെയിൻ പരിപാടി. അതൊക്കെ വലിയ സാമർഥ്യമായിട്ട് കരുതുകയായിരുന്നു. ഹിജാസിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന റൂട്ടിലാണ്, ഫലസ്തീനിൻ്റെ സമീപമാണല്ലോ ഇവരുണ്ടായിരുന്നത്. അറബികൾക്ക് ഇവരെ നന്നായിട്ടറിയാം. കാരണം അവർ പോകുന്ന ഇവരുടെ നാശാവശിഷ്ടങ്ങളുള്ള റൂട്ടിലൂടെയാണ് അറബികൾ പോയിരുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് നശിച്ചത് എന്നതിൻ്റെ കഥ അറബികൾക്ക് നന്നായി കത്തും. അതുപോലെ അറബികളുടെ പരിപാടി, അവർ കച്ചവടക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക, വെട്ടിപ്പും തട്ടിപ്പും നടത്തുക, പിടിച്ചു പറിക്കുക, കൊള്ളയടിക്കുക, ഇതൊക്കെ മക്ക മുശ്രിക്കുകളുടെയും വരുമാന മാർഗങ്ങളിൽപ്പെട്ടതായിരുന്നു. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നത് പോലും ഇത്തരം പരിപാടികൾക്ക് പെൺകുട്ടികളെ കൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന ചിന്തയിൽ നിന്നാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഈ കഥ അവർക്ക് നന്നായി മനസ്സിലാകുന്ന കഥയാണ്. ഔഫുൽ കൈല, അളവും തൂക്കവും പൂർണ്ണമായി നൽകുവീൻ. വലാ തകൂനു മിനൽ മുഖ്സിരീൻ, നഷ്ടം വരുത്തുന്നവരാകരുത് നിങ്ങൾ എന്നാണ്. അഥവാ ആളുകൾക്ക് നഷ്ടം വരുത്തി വെക്കുക, അവരെ വഞ്ചിക്കുക, അങ്ങനെ ആകരുത് എന്നുമാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം വരുത്തി വെക്കുന്നവരാകരുത് എന്നുമാകാം. രണ്ടും നഷ്ടം വരുത്തി വെക്കൽ തന്നെയാണ്. അഥവാ ഒരാൾ തട്ടിപ്പ് നടത്തുമ്പോൾ അയാൾക്ക് യഥാർത്ഥത്തിൽ ലാഭമല്ല ഉണ്ടാകുന്നത്, നഷ്ടമാണ്. പിന്നെ ആരെയാണോ അയാൾ വഞ്ചിക്കുന്നത് അയാൾക്കും നഷ്ടമാണ് ഉണ്ടാകുന്നത്. വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നല്ല ത്രാസുകൊണ്ട്, നേരായ
ത്രാസ് കൊണ്ട് തൂക്കുക, ത്രാസിൽ കൃത്രിമം കാണിക്കുക എന്നതൊക്കെ ഇക്കാലത്തും വലിയ സാമർഥ്യമായിട്ട് പറയപ്പെടുന്ന സംഗതികളാണല്ലോ. ഖിസ്താസ് എന്ന വാക്ക് അറബിയല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് റോമിൽ നിന്നൊക്കെ കച്ചവടത്തിന് പോകുമ്പോൾ അറബികൾക്ക് പരിചയമുള്ള, അങ്ങനെയാണല്ലോ നമ്മൾ വിദേശ വസ്തുക്കളെ പലതിനെയും വിദേശ ഭാഷയിൽ തന്നെയാണ് പറയുക. അങ്ങനെ പറഞ്ഞ് അറബിയായത് പ്രയോഗിച്ചതാണ് ഖുർആൻ. വസ്നു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, മുസ്തഖീമായ നേരെയുള്ള ത്രാസ് തൂക്കാൻ ഉപയോഗിക്കുക, അഥവാ അതിലൊന്നും കൃത്രിമം കാണിക്കാൻ തയ്യാറാകാതിരിക്കുക. വിദേശികളായ ആളുകൾ മദീനയിലൂടെയും മൈക്കയിലൂടെയും പോകുമ്പോൾ അവരെയൊക്കെ ചൂഷണം ചെയ്യും. എന്നാൽ അവർക്കത് ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല, കാരണം അവരുടെ നാടല്ലല്ലോ. ഇവർ വളരെ കരുത്തരും അവർക്ക് നേരിടാൻ കഴിയാത്തവരുമൊക്കെ ആയതുകൊണ്ട് പാവം ജനം സഹിക്കുകയല്ലാതെ നിവൃത്തി ഉണ്ടാവില്ല. വലാ തബഖസുന്നാസ അഷ്യാഅഹും, ജനങ്ങൾക്ക് അവരുടെ വസ്തുക്കൾ കുറച്ച് കൊടുക്കരുത് എന്നാണ്. അഥവാ അങ്ങനെ കൊടുക്കുന്ന സംഗതികൾ കാർഷികോൽപ്പന്നങ്ങളായാലും മറ്റു വസ്തുക്കളായാലും ശരി, ജനങ്ങൾക്ക് കുറവ് വരുത്തുക, അഥവാ ജനങ്ങളെ അവകാശങ്ങൾ വെട്ടിക്കുക. ഇങ്ങനെ സാമ്പത്തിക രംഗത്ത് നടത്തുന്ന എല്ലാ ചൂഷണവും ഈ ആയത്തുകളുടെ പരിധിയിൽ വരുന്നതാണ്. വലാ തഅ്സൗ ഫിൽ അർളി മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്നവരായി ഭൂമിയിൽ വിഹരിക്കരുത്. അഥവാ ആരും ചോദ്യം ചെയ്യാനില്ല എന്ന വിധത്തിൽ എന്ത് തട്ടിപ്പ് നടത്തുന്നവർ ആളുകളായിട്ട് നിങ്ങൾ ജീവിക്കരുത് എന്നാണ്. തഅ്സൗ നേരത്തെ വന്നിട്ടുള്ള വാക്കാണ്. അഥവാ മുന്നും പിന്നും നോക്കാതെ കുന്തിരി എടുത്ത് പയ്യ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, എന്നതുപോലെയുള്ള ഓട്ടത്തിനാണ് ആ വാക്ക് ഉപയോഗിക്കുക. അങ്ങനെ ഇതൊന്നും പഠിച്ചവൻ കാണുന്നുണ്ട് എന്ന് നോക്കാതെ, ഇതിൻ്റെ അനന്തരഫലങ്ങളൊന്നും ആലോചിക്കാതെ തോന്നിയാസം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നർത്ഥം. വലാ തഅ്സൗ ഫിൽ അർളി മുഫ്സിദീൻ വത്തഖൂ അല്ലദീ ഖലഖക്കും യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും എന്ന് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ നിങ്ങളെ സൃഷ്ടിച്ചവനെ സൂക്ഷിക്കുവീൻ. അള്ളാഹുവിനെ എന്നല്ല പറയുന്നത്, പകരം അതിനേക്കാളും അപ്പുറത്ത് നിങ്ങളുടെ പടച്ചവനെ, നിങ്ങളെ ഉണ്ടാക്കിയവനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ. വലാ തഅ്സൗ എന്ന് പറഞ്ഞതിൻ്റെ നേർവിപരീതമാണ്. നിങ്ങളെ മാത്രമല്ല, വൽ ജിബില്ലത്തൽ അവ്വലീൻ വല്ലദീന മിൻ ഖബലിക്കും എന്നവിടെ പറഞ്ഞതാണ്. ഇവിടെ വൽ ജിബില്ലത്തൽ അവ്വലീൻ, നിങ്ങൾക്ക് മുമ്പുള്ള തലമുറകളെയും സൃഷ്ടിച്ച അള്ളാഹു. അഥവാ നിങ്ങളുടെ തലമുറകൾ ആരായിരുന്നു എന്ന് അവരെ ഓർമ്മിപ്പിക്കാനാണ്. ഇതുവഴി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കാ മുശ്രിക്കുകളെയും ഇതേ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ്. എന്നിട്ട് അതിനോടുള്ള ദുരന്തം അവർക്ക് ആയത്താകാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് വിവരിച്ച് പറയുന്നത്. അവർക്ക് മാത്രമല്ല, എല്ലാ കാലത്തും, ആധുനിക കാലത്തും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ ഇതൊക്കെ പറയുന്ന കാലത്ത് മക്കയിലാണ്. മക്കയിൽ നമസ്കാരം നിർബന്ധമാക്കിയിട്ടില്ല, സക്കാത്ത് നിർബന്ധമാക്കിയിട്ടില്ല. ഇസ്ലാമിൻ്റെ പല അടിസ്ഥാനങ്ങളും വരുന്നതിൻ്റെ മുമ്പ് അനാഥകളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ, കുട്ടികളെ കുഴിച്ചുമൂടുന്നതിനെതിരെ എന്ന പോലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നുണ്ട്. കാരണം സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊന്നും ഒരു കുറ്റകൃത്യങ്ങളായിട്ട് തോന്നുകയില്ല അവർക്ക്. അവർ ദൈവത്തെ കണ്ടിരുന്നത് ഇതൊക്കെ എങ്ങനെയൊക്കെ ചെയ്താലും അതിൽ നിന്ന് വല്ലതൊക്കെ കാണിക്കപ്പെട്ടിയിലിട്ടാൽ, കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് ജീവിച്ചു പോകാം, അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന ചിന്താഗതിയാണ് ആ കാട്ടറബികളെ, 7-ാം നൂറ്റാണ്ടിലെ 6-ാം നൂറ്റാണ്ടിലെയൊക്കെ അറബികളെ സ്വാധീനിച്ചിരുന്നത്. അതേ കാഴ്ചപ്പാടിൽ തന്നെയാണ് അത്യന്താധുനിക മനുഷ്യനുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് മതസമുദായങ്ങളിൽപ്പെട്ട സമൂഹം, ഭൂരിപക്ഷം ദൈവവിശ്വാസികളാണ് നമ്മുടെ കേരളമൊക്കെ. പക്ഷേ ഏതെങ്കിലും മേഖലയിൽ ചൂഷണത്തിനും തട്ടിപ്പിനും വല്ല ലിമിറ്റുമുണ്ടോ? ഏത് മേഖല? ആതുര ശുശ്രൂഷ മേഖല, നിയമമേഖല, കോടതി, നിയമം നടപ്പിലാക്കുന്നവർ, ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് കാരുണ്യവും സൂക്ഷ്മതയും നിയമവും സത്യസന്ധതയും ഒക്കെ നടക്കേണ്ടത് മുതൽ ദുർബലരായ ആളുകളുടെ അവകാശങ്ങൾ കവരുന്നതിൽ സർക്കാരിന് പോലും വലിയ സാമർഥ്യമാണ്. പാവങ്ങളെ എവിടെയാണ് മുറുക്കേണ്ടത്? ജനങ്ങൾ വാങ്ങുകയല്ലാതെ നിവൃത്തിയില്ല എന്നുള്ള സാധനങ്ങൾക്ക് നികുതി കൊടുക്കണമെന്നാണ് ടാക്സേഷൻ്റെ ശാസ്ത്രം തന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അരിക്ക് നികുതി. കാരണം അരി ജനങ്ങൾ എത്ര വില കൂടിയാലും വാങ്ങാതിരിക്കില്ല. ഇങ്ങനെ ജനങ്ങളെ പരമാവധി പിഴിയുക അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ഇതൊക്കെ ഈ ആയത്തിൻ്റെ വരുതിയിൽ വരുന്നതാണ്.
അതിൻ്റെയൊക്കെ ഫലം എന്താകും? മുകളിലൊരു പടച്ചവനുണ്ട് എന്ന് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. ഇപ്പം ഇതൊക്കെ പറഞ്ഞാൽ ഇവനൊക്കെ ഭ്രാന്താണ്. പള്ളിക്ക് പണം വേണം, അമ്പലത്തിന് പണം വേണം, ചർച്ചിന് പണം വേണം എന്ന് പറയാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറം നിങ്ങൾ ഉണ്ടാക്കുന്നതിലൊന്നും മതം ഇടപെടരുത് എന്നതാണല്ലോ നമ്മുടെ നാട്ടിലെയുമുള്ള ഒരു കാഴ്ചപ്പാട്. എന്നാൽ അല്ലാഹു തആല പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ, 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതെ ഒരടി മുന്നോട്ട് വെക്കാൻ അല്ലാഹു തആല സമ്മതിക്കുകയില്ല. അതിൽ ഒന്നാമത്തെ ചോദ്യം ആയുസ്സിനെ സംബന്ധിച്ചാണ്, രണ്ടാമത്തെ ചോദ്യം ശരീരത്തെ സംബന്ധിച്ചാണ്, മൂന്നാമത്തെ ചോദ്യം വിജ്ഞാനത്തെ സംബന്ധിച്ചാണ്, അതുകൊണ്ടൊക്കെ എന്ത് ചെയ്തു എന്ന് പറയേണ്ടി വരും. നാലാമത്തെ ചോദ്യം പണത്തെ സംബന്ധിച്ചാണ്. പണത്തെ സംബന്ധിച്ച് 2 ചോദ്യമാണ്. മിൻ ഐനക്തസബ വഫീമ അൻഫഖ, എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു. സമ്പാദിക്കുന്നത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് എന്ന് പറയാതെ മറ്റേ ചോദ്യം ചോദിക്കൂല, എന്തിനാണ് ചിലവാക്കിയത് എന്ന്. അതുകൊണ്ട് നല്ലതിന് ചിലവാക്കി പള്ളിക്ക് കൊടുത്തു എന്നൊന്നും പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. വളരെയധികം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ചിന്തനീയമായ ഒരു വസ്തുതയാണ് ഈ ആയത്തുകൾ വിരൽ ചൂണ്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിക്കാനും അവനെ സൂക്ഷിച്ച് ജീവിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.